Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. So, നമുക്ക് നേരെ നിഫ്റ്റിയിലെ വീക്ക്ലി അനാലിസിസിലോട്ട് പോകാം. നമ്മുടെ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു, ഒരു ഹെവി സെൽ ഓഫ് കഴിഞ്ഞിട്ട് വീണ്ടും നിഫ്റ്റി ഒരു 0.5% അപ്പായി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം 25,660 ആ റേഞ്ചിൽ. ഓക്കെ, അവിടെ വരെ നിഫ്റ്റി പോയിരുന്നു. നമ്മൾ ചെറിയൊരു ട്രേഡ് എടുത്തിരുന്നു നിഫ്റ്റിയിൽ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതിനെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് എല്ലാവരും നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ട്രേഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ഫ്രൈഡേയിൽ നമ്മൾ കൊടുത്ത ട്രേഡ് നമ്പർ 1 കാനറ ബാങ്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കാനറ ബാങ്കിൽ എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് തന്നെ അതിനകത്ത് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പ്രോഫിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഏതായിരുന്നു, NTPC നമ്മൾ ബോട്ടം ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടത്തിൽ നിന്ന് താഴേന്ന് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു NTPC. ആൻഡ് ഡാറ്റ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സിംഗിൾ 2 ക്യാൻഡിൽസിൽ 280 പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്. അതും ഫ്രീ ആയിട്ടുള്ള കേരളത്തിലെ ഒരു പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ നമ്മൾ പറയാം, അതും ഫ്രീ ആയിട്ടുള്ള. ഓക്കെ, ബാക്കി ഒരുപാട് ഗ്രൂപ്പ്സ് നമ്മളിലുണ്ട്, ബട്ട് നമ്മുടെ ലൈക്ക് എ പ്രീമിയം ഗ്രൂപ്പ് ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റായിട്ട് കൊടുക്കുന്ന സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ലാസ്റ്റ് ഡേ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയപ്പോൾ തന്നെ നമ്മുടെ വിന്നിങ് റേഷ്യോ 100% വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വേൾപൂൾ സ്റ്റുഡൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും നല്ലവണ്ണം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബജാജ് ഫിൻ നമ്മൾ സ്വിംഗ് ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞ ആ ഒരു ടാർഗറ്റിലോട്ട് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ബജാജ് ഫിൻ. സോ നമ്മൾ ലാസ്റ്റ് വീക്കിൽ കൊടുത്ത ട്രേഡുകളിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച ട്രേഡ്സ് ഉണ്ട്. ഐ തിങ്ക് മഹേന്ദ്ര താഴെ പോയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്ര ഗോ ഡൗൺ. ആക്ച്വലി മഹേന്ദ്ര ഈ ഒരു നമ്മുടെ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ടായിരുന്നു. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റും ചെയ്യും. കാരണം നമ്മുടെ റിസ്ക് മാനേജ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് കൂടെ ഇത് താഴെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് സോണിന് ഇത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ആ മാർക്കറ്റിൻ്റെ സെൽ ഓഫിൽ താഴെ വീണു. എന്നിട്ട് ഇത് മുകളിലോട്ട് പോകാൻ അതിന് കഴിഞ്ഞില്ല. ഓക്കെ, സോ ഇങ്ങനെ ഒന്ന് രണ്ട് ട്രേഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം നമ്മുടെ ട്രേഡ്സ് എല്ലാം 80% എബോവ് നമുക്ക് വിന്നിങ് റേഷ്യോ ആണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് വീക്കിൽ ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 100% തന്നെ വിന്നിങ് റേഷ്യോ ഉണ്ടായിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ന്യൂസസ് നിങ്ങൾക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അൺവാണ്ടഡ് നോയ്സ് ഒഴിവാക്കിയിട്ടുള്ള നല്ലൊരു പ്രീമിയം വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. അതും ഫ്രീ ആയിട്ടുള്ളത്, ഒരു ചാർജസും ഇല്ല. സോ യു ക്യാൻ ജോയിൻ ദെയർ. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് വീക്കിലെ നിഫ്റ്റിയിലോട്ട് നമുക്ക് ഒന്ന് നോക്കാം. സോ ലാസ്റ്റ് വീക്കിൽ ആ സെൽ ഓഫിന് ശേഷം ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ടായിട്ട് നിഫ്റ്റി നേരെ ഒരു പുഷ് ബാക്ക് ചെയ്തത്. സോ നമുക്ക് ജസ്റ്റ് നമ്മളെപ്പോഴും നോക്കുന്ന പോലെ പെട്ടെന്ന് പോയിട്ട് സെൻസിബിൾ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കാം. നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ എന്താ പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,600 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഒക്കെ അൺവൈൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ പുട്ട് കയറി വരുന്നുണ്ട്. 25,500 ഈസ് എ മേജർ സപ്പോർട്ട്. 25,500 ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം 25,500 മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 25,600 താഴെയും 260 താഴെയും വരാനുള്ള കാരണം എന്താണ്, 25,600 ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് 25,600 ഒരു മേജറായിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു മുകളിലോട്ട് കാണുന്ന റെസിസ്റ്റൻസ് ഒന്നും വലിയ സ്ട്രോങ് അല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നിന്നെല്ലാം സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ നിന്നെല്ലാം അവരുടെ സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 26,000 നമ്മുടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് ഇനി മുകളിലുള്ളത്, അല്ലെങ്കിൽ 25,900. ബാക്കിയെല്ലാം മേജറായിട്ടുള്ള സപ്പോർട്ട്സ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് FII DII ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൺഡേയിലോട്ട്
മൺഡേയിലോട്ട്. സോ FIA ബുള്ളിഷാണ് ആൻഡ് പ്രോ ബുള്ളിഷാണ് ആൻഡ് DIയും മൈൽഡ് ബുള്ളിഷാണ്. സോ മൺഡേ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, മൺഡേ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം, കാരണം ഡാറ്റ ബുള്ളിഷാണ്. സോ ഗ്യാപ്പ് അപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമ്മുടെ മേജറായിട്ടുള്ള ടെക്നിക്കൽ ലെവൽ 25,874 ആണ്. സോ ഈ ഒരു ഏരിയയിൽ ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ, ഇപ്പോൾ പൊസിഷൻ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബുക്ക് ഹിയർ. എന്നിട്ട് നിഫ്റ്റി ഒന്ന് താഴോട്ട് വരും, ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് താഴോട്ട് മൂവ് ചെയ്തിട്ട് ഒന്നുകിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നിഫ്റ്റി മോളോട്ട് വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞതിന് ശേഷം നിഫ്റ്റി ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ കൂൾ ഡൗൺ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കറൻ്റ്ലി ഗ്യാപ്പ് അപ്പാണ് കാണിക്കുന്നത്. അതല്ല, നമുക്ക് പോസിറ്റീവായിട്ട് നിഫ്റ്റി നോർമലി ഒരു ട്രേഡ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നെങ്കിൽ 25,666 മുകളിൽ കയറുമ്പോൾ 25,666 മുകളിൽ കയറുമ്പോൾ ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു വോളിയം ക്യാൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് 25,762, 25,854, 25,874 ആൻഡ് 25,999, അതായത് 25,600. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മേജർ റെസിസ്റ്റൻസ് 26,000 ആണ്. സോ ഇതൊക്കെ മൈൽഡാണ്. ഇവിടെ നിന്നൊക്കെ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ഉണ്ടോ, കോൾ OA മൈനസ്, ഇവിടെ എല്ലാം കോൾ OA മൈനസ് ആണ്. ഇവിടെ നിന്നെല്ലാം OA ചേഞ്ച് ആകുന്നുണ്ട്, പക്ഷേ പുട്ട് OA പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 25 lakh ഇവിടെ. അതായത് ബയേഴ്സ് അവർ പൊസിഷൻ മെയിൽ ചെയ്യുന്നുണ്ട്, സെല്ലേഴ്സ് അവർ പൊസിഷൻ കട്ട് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് അപ്പോൾ കൂടുതലാണ്. ഓക്കെ, സോ ചാർട്ടിൽ നമുക്കത് കാണുന്നുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ചാർട്ടിൽ. സോ മാർക്കറ്റ് ഈ ഒരു 6 ആക്ക് മൂവ്മെൻറ്റിൽ ഈ ഹയർ ലോസ് ഫോർമേഷനിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റുള്ള ഹയർ ലോസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, അതിന് മുകളിലാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ആസ് പെർ ചാർട്ട് കാണിക്കുന്നത്. ബട്ട് നമുക്ക് സാറ്റർഡേ സൺഡേ എന്തെങ്കിലും മേജർ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഗ്യാപ്പ് ഡൗണോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് നമുക്ക് ഡാറ്റ നമുക്ക് വന്നിട്ടില്ല. സാറ്റർഡേ സൺഡേ എന്ത് നടക്കുന്നു ഗ്ലോബൽ, അതിനനുസരിച്ച് എന്തെങ്കിലും നടക്കും. അതല്ലെങ്കിൽ മാർക്കറ്റ് നമ്മുടെ പോസിറ്റീവാണ്, മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസാണ് കൂടുതൽ. സോ നമ്മൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയ ഇനിയും ആക്ട് ചെയ്യും, കാരണം ഇവിടെ നിന്ന് മേജർ സെൽ ഓഫ് വന്നതുകൊണ്ട് തന്നെ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ 200 points ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ ഫോളോ ചെയ്യും, എന്നിട്ട് പിന്നെ മാർക്കറ്റും എല്ലാം മുകളിലോട്ട് കയറും. സോ ഇതായിരിക്കും ആസ് പെർ ഡാറ്റ കറണ്ട് സിനാരിയോ പ്രൈസിൻ്റെ ആക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്ന് സെല്ല് ചെയ്യുക, വീണ്ടും താഴോട്ട് വരും, എന്നിട്ട് നമുക്ക് ഒരു ഡിപ്പൊന്ന് നമുക്ക് ബൈ ചെയ്യുക, മുകളിലോട്ട് കയറിപ്പോവും. ഓക്കെ, സോ നമുക്കൊരു ഇനി ഒരു സെൽ ട്രേഡ് വരണമെങ്കിലോ, നമ്മൾ ഇനി ഇതിൻ്റെ സെല്ല് ചെയ്യണമെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ലോ ആയിട്ടുള്ള 25,565, 25,550 എന്ന് തന്നെ പറയാം. 25,550 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 25,550 ഈ ഒരു 500 താഴെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം. സോ ഈ ഒരു ഏരിയയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. നോൺ ട്രേഡ് സോൺ. ഓക്കെ, സോ ഈ ഏരിയയിൽ നമ്മുടെ നോൺ ട്രേഡ് സോൺ ആയിരിക്കും. അത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുന്ന ഇതിലാണ്. ഇതിൻ്റെ താഴെ ആയിരിക്കും നമ്മൾ മൈൽ ഒരു പെർസെൻറ്റേജ് റിസ്കിൽ നമുക്ക് ബിയറിഷ് ആവാം. ബട്ട് മാർക്കറ്റ് മേജറായിട്ട് നമ്മൾ ബിയറിഷ് ആണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ഇതാണ് ഇപ്പോൾ മേജർ സപ്പോർട്ടായിട്ട് മേജർ ഡിമാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ മേജറായിട്ട് ഡിമാൻഡ് സോണിലോട്ട് നമ്മൾ 25,100 ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് ചെറിയ റിസ്കിൽ ഒരു 20 points റിസ്കിലൊക്കെ, ഒരു 0.5% റിസ്കിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. ബട്ട് നമ്മുടെ ബയാസ് ബുള്ളിഷാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി, അതായത് നമ്മുടെ ഫ്യൂച്ചർ നിഫ്റ്റി നിൽക്കുന്നത് ഏകദേശം 25,886 ഏകദേശം 300-400 points മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് അപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൺഡേ ആൻഡ് FIA ഡാറ്റ നമ്മൾ കാണുന്നത് പോസിറ്റീവിലുമാണ്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ FIA ഡാറ്റയിൽ വേറെ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മൾട്ടി സ്ട്രൈക്ക് OA നോക്കാം. നമുക്ക് ജസ്റ്റ് സോറി just
ഓക്കെ സോ നമ്മളിവിടെ നോക്കിയാൽ കാണാം FII ബുള്ളിഷാണ്, നെറ്റ് പൊസിഷൻ ബുള്ളിഷാണ് FIIയുടെ. ആൻഡ് പ്രോ നമ്മൾ നോക്കിയാൽ കാണാം പ്രോയുടെ നെറ്റ് പൊസിഷൻ പ്രോയുടെയും ബുള്ളിഷാണ്. ആൻഡ് ക്ലയൻറ്റ് ഇസ് ബിയറിഷ്, DII ഇസ് ബിയറിഷ്. ഓക്കെ ഫൈൻ. സോ ഓവറോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്സ് നമ്മൾ ചെയ്യുന്ന പ്രോസ്ഡെസ്കും നമ്മുടെ FIIയും ബുള്ളിഷാണ്. സോ കറൻ്റ്ലി മാർക്കറ്റിൻ്റെ ഡാറ്റ ബുള്ളിഷാണ് കാണിക്കുന്നത്. ബട്ട് എന്തും സംഭവിക്കാം മാർക്കറ്റിൽ. ഓക്കെ, സാറ്റർഡേ സൺഡേ വീക്കെൻഡാണ്, എന്തും സംഭവിക്കാം. ബട്ട് അങ്ങനെയുള്ള സിനാരിയോ ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. ഈ ഒരു ഏരിയയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ട്രേഡ് വരുന്നവരെ നമ്മൾ OI ഡാറ്റ വെച്ച് ട്രേഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ട്രേഡ് വരുന്നവരെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു പൊസിഷൻ നമുക്ക് വോളിയത്തോടു കൂടി പ്രൈസ് വരുന്നവരെ നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഹോൾഡ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ താഴെ വരുന്നവരെ 25,550 താഴെ വരുന്നവരെ നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും. ഇതിൻ്റെ താഴെ വന്നാൽ മൈൽഡ്ലി നമ്മൾ ബിയർഷ് ആയിരിക്കും. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് താഴോട്ട് വരും. എന്നിട്ട് നമുക്ക് ഡിപ്പെന്ന് അടുത്ത പൊസിഷൻ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിപ്പെന്ന് ബൈ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ പ്ലീസ് ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ്. നമ്മൾ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം മുകളിൽ തന്നെ. യു ക്യാൻ ജോയിൻ ദെയർ ആസ് എ ഫ്രീ. അവിടെ ഒരു ചാർജും ഇല്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനും എല്ലാത്തിനും നിങ്ങളത് സഹായകരമാകും. ഓക്കെ, സോ എൻ്റെ ഈ വീഡിയോ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് ഇസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ആൻഡ് ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, ഇവിടെ ബൈയും സെല്ലും റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ലെവൽസ് മനസ്സിലാക്കി നിങ്ങൾ തന്നെ പഠിച്ച് സ്വന്തം റിസ്കിൽ ട്രേഡ് ചെയ്യുക ആൻഡ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലോസ് ആരും ഹോൾഡ് ചെയ്യരുത്. എപ്പോഴും ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് അപ്പോഴും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ റിസ്ക് അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ റിസ്ക് ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കരുത്, ലോസ്. ഓക്കെ, ആൻഡ് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.